എല്ലാ ധന്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് പറയുന്ന കഥ ശ്രീമദ് ഭാഗവതത്തിലെ ഹിരണ്യകശിപുവിൻ്റെ ക്രോധത്തെ പറ്റിയിട്ടാണ്. വരാഹാവതാരം അടുത്ത് എത്തിയ ഭഗവാൻ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിച്ചത് ഹിരണ്യകശിപു അറിഞ്ഞു. ഇതറിഞ്ഞ ഹിരണ്യകശിപു കഠിനമായിട്ട് ദുഃഖിച്ചു. സ്വന്തം ജ്യേഷ്ഠാനുജന്മാരാണല്ലോ ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. വിറയ്ക്കുന്ന ചുണ്ടുകളും ജ്വലിക്കുന്ന നേത്രങ്ങളുമായി ശൂലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ആകാശത്തേക്ക് നോക്കി. അവൻ അസുരന്മാരോട് പറഞ്ഞു, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടതിന് ശേഷം എന്താ വേണ്ടച്ചാൽ അത് ചെയ്യാം. ആദ്യം ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് കേൾക്കണം എന്ന് അസുരന്മാരോട് ഹിരണ്യകശിപു പറഞ്ഞു. വിഷ്ണു സമഭാവനയുള്ളവനാണ് എന്നാണല്ലോ പറയണത്. പക്ഷേ സ്തുതിയിൽ മയങ്ങി അദ്ദേഹം ദേവപക്ഷപാതിയായി തീർന്നിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളായ ദേവന്മാര് ആ വിഷ്ണുവിനെ കൊണ്ട് എൻ്റെ സഹോദരനെ വധിപ്പിച്ചു. ദേവന്മാർക്ക് വേണ്ടി മാത്രം എൻ്റെ സഹോദരനെ കൊല്ലിച്ച വിഷ്ണുവിൻ്റെ കഴുത്ത് ഈ കയ്യിലിരിക്കുന്ന എൻ്റെ ഈ ശൂലം കൊണ്ട് ഞാൻ പിളർക്കും. ആ മുറിവിൽ നിന്നൊഴുകുന്ന ചുടുചോര കൊണ്ട് ഞാൻ സഹോദരന് വേണ്ടി തർപ്പണം ചെയ്യും. കപടനാട്യക്കാരനായ വിഷ്ണു ഉണ്ടല്ലോ, ആ വിഷ്ണുവിനെ കണ്ട് ഇല്ലാതായാൽ ദേവന്മാർ താനെ ഇല്ലാതായിക്കൊള്ളും. അവരുടെയൊക്കെ ശക്തി ഈ വിഷ്ണു ആണേ. വേര് അറ്റു കഴിഞ്ഞാൽ പിന്നെ മരം വീടില്ലേ. അതിനായി നിങ്ങൾ ഉടനെ എന്ത് വേണം, ഭൂമിയിലേക്ക് എത്തണം എന്ന് ഹിരണ്യകശിപു അസുരന്മാരോട് പറഞ്ഞു. ബ്രാഹ്മണരെ കൊണ്ടും ക്ഷത്രിയരെ കൊണ്ടൊക്കെ അഭിവൃദ്ധി പ്രാപിക്കുന്ന അവിടെ ചെന്നിട്ട് തപസ്, യാഗം, വേദാധ്യായനം, വ്രതം മുതലായ അനുഷ്ഠിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ ഉള്ള സൽക്കർമ്മങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരെയൊക്കെ എന്ത് വേണമെന്നറിയോ, നിങ്ങൾ അവരെയൊക്കെ അങ്ങോട്ട് കൊന്നൊടുക്കണം. ധർമ്മസ്വരൂപനായ വിഷ്ണു യജ്ഞം തന്നെയാണെന്നാണല്ലോ പറയണത്. ബ്രാഹ്മണർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളൊക്കെ വേദോക്തങ്ങൾ തന്നെയാണ്. ദേവന്മാര്, ഋഷികള് തുടങ്ങിയവരുടെ അഭയസ്ഥാനമാണല്ലോ വിഷ്ണു. അതുകൊണ്ട് ബ്രാഹ്മണാദികളെ വധിക്കുകയും യജ്ഞങ്ങളൊക്കെ മുടക്കുകയും ചെയ്താൽ വിഷ്ണുവിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കും. ബ്രാഹ്മണരും ഗോക്കളും വേദങ്ങളും വർണ്ണ ആശ്രമങ്ങളും അവിടെയെല്ലാം നിലനിൽക്കുന്നുവോ അല്ലേ? അതാണല്ലോ നിലനിൽപ്പിൻ്റെ ഏക ആശ്രയം. അത് എവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ടോ അവിടെയെല്ലാം ചെന്ന് സർവനാശം വിതയ്ക്കണം എന്ന് ഹിരണ്യകശിപു അസുരന്മാരോട് ആജ്ഞാപിച്ചു. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വിരുദ്ധുള്ള അസുരന്മാർ രാജകൽപ്പന അനുസരിച്ച് കാര്യസാധ്യത്തിനായിട്ട് കേട്ട ഉടനെ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഭൂമിയിൽ ചെന്ന് നിർദ്ദേശമനുസരിച്ച് അവരങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി. ചിറകളും മതിലുകളും ഗോപുരങ്ങളും ഒക്കെ ഇടിച്ചങ്ങോട്ട് നിരത്തി. വൻമരങ്ങളൊക്കെ അങ്ങോട്ട് മുറിച്ചിട്ടു. വാസയോഗ്യമായ ഗൃഹങ്ങളൊക്കെ അങ്ങോട്ട് അഗ്നിക്കരയാക്കി. ഈ വിധം അക്രമങ്ങൾ അങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാര് ഭയപ്പെട്ട് പല ഭാഗത്തേക്കായിട്ട് ഓടി രക്ഷപ്പെട്ടു.
മരിച്ചുപോയ സഹോദരൻ്റെ ഉദകക്രിയകളും മറ്റും വേണ്ട വിധം ഹിരണ്യകശിപു നടത്തി. അതിനുശേഷം അവൻ സഹോദരപുത്രന്മാരെയും മറ്റും ആശ്വസിപ്പിച്ചു. ശകുനി, ശംഭരൻ, ദൃഷ്ടൻ, ഭൂതസന്താപനൻ, വൃക്ഷൻ, കാലനാഭൻ, മഹാനാഭൻ, ഹരിശ്മശ്രു, ഉത്കചൻ എന്നിവരുടെ മാതാവായ രുഷാഭാനു, സ്വന്തം മാതാവായ ദിതി മുതലായവരെയും അവൻ ആശ്വസിപ്പിച്ചു. ഒടുവിൽ അവൻ പറഞ്ഞു, അമ്മേ, സഹോദര, പത്നി, മക്കളെ, നിങ്ങൾ ആരും ഹിരണ്യാക്ഷനെയോർത്ത് ഇനിമേലിൽ കരയരുത്. ഭാര്യയോടും മക്കളോടും അമ്മോടും കൂടി പറയുകയാണ് ഹിരണ്യകശിപു. ശത്രുവിനെ നേരിട്ട് വീണു മരിക്കുന്നത് വീരന്മാർക്ക് ഭൂഷണാണ്. വിധിവശാല് ഒന്നിച്ചു ചേരുകയും വേർപെട്ട് സംഭവിക്കുകയും ചെയ്യുന്നവർക്ക് വേർപാട് സംഭവിക്കും, ഇല്ലേ? ഒന്നിച്ച് എപ്പോഴും ഉണ്ടായിക്കോണമെന്നില്ല. അങ്ങനെ വേർപാട് സംഭവിക്കുകയും ചെയ്യുന്നവർക്ക് ഒന്നിച്ചുള്ള വാസം ഒരിക്കലും ശാശ്വതമല്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ, വഴിയമ്പലത്തിൽ ഒന്നിച്ച് ചേരും പോലെ അത് യാദൃച്ഛികവും ക്ഷണികവുമാണ്. എല്ലാവരും എല്ലാ കാലവും ഒന്നിച്ച് വാഴുക എന്നുള്ളത് ഭൂമിയിൽ ഭഗവാന്മാരും കൂടി ഉണ്ടായിട്ടില്ല. എന്നിട്ടാണോ നമുക്ക്? ശരീരബന്ധം ഇല്ലാത്ത ആത്മാവിന് മാത്രം നാശം സംഭവിക്കണില്ല. ഇവിടെ തത്വോപദേശം നൽകുകയാണ് ഭാര്യയ്ക്കും അമ്മയ്ക്കും മക്കൾക്കും ഹിരണ്യകശിപു. മായാജന്യങ്ങളായ സുഖദുഃഖങ്ങളെ ആത്മധർമ്മങ്ങളായി കാണുന്നത് തെറ്റാണ്. ദേഹബന്ധം വഴി അത് ഉള്ളതുപോലെ തോന്നുന്ന മാത്രമേ ഉള്ളൂ. ശരിക്കും യഥാർത്ഥത്തിൽ അതുണ്ടോ? ഇല്ല. നമുക്കൊരു തോന്നലാണ്, മായയാണ്. തടാകതീരത്തുള്ള മരങ്ങളുടെ നിഴല് ജലത്തിൽ പ്രതിബിംബിച്ചു കാണാം. ഓരോ തരത്തിലും പറഞ്ഞ് തത്വോപദേശം ചെയ്ത് പ്രബുദ്ധരാക്കുകയാണ് ഹിരണ്യാക്ഷൻ്റെ ഭാര്യയും മക്കളെയും അമ്മയും. പക്ഷേ ആ ചലനം മരത്തിൻ്റെതല്ല, ആണോ? ജലത്തിൻ്റെതാണ്. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭൂമി ചലിക്കുന്നതായി തോന്നാറില്ലേ? അതേവിധം മനസ്സ് ചഞ്ചലമാകുമ്പോൾ ജീവനും ചലിക്കുന്നതായി തോന്നുകയാണ്. ഇതെല്ലാം ഒരു തരം മായയാണ്. ദേഹബന്ധമില്ലാത്ത ജീവന് ദേഹബന്ധമുള്ളതായി തോന്നും. ദേഹബന്ധം ഇല്ലാത്ത ആത്മാവിനോ ദേഹം ഉണ്ടെന്ന് തോന്നും. അത് അജ്ഞാനം കൊണ്ടാ. അതുവഴി അപ്രിയ വസ്തുവായി ചേർച്ചയും ഇഷ്ടപദാർത്ഥത്തിൻ്റെ നഷ്ടവും കർമ്മബന്ധവും ജനന മരണങ്ങളും സ്വർഗനരകങ്ങളും ഉണ്ടായിത്തീരുന്നു. ഈ ദേഹാഭിമാന നിമിത്തം ആണ് പല ദുഃഖങ്ങളും ചിന്താക്ലേശവും വിവേകഹാനിയൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ വിവേകം ഉണ്ടാവും. അപ്പോൾ പക്ഷേ അത് നീണ്ടു നിൽക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരിക്കൽ യമനും മരിച്ചുപോയ ഒരാളുടെ ബന്ധുവും തമ്മിലുണ്ടായ സംവാദം ഇതിന് ഉദാഹരണമായിട്ട് ചിലർ സൂചിപ്പിക്കാറുണ്ട്. ആ വൃത്താന്തം എന്താണെന്ന് നോക്കാം. ആ സംഭവം നടന്നത് ഉശീനരം എന്ന രാജ്യത്താണ്. അവിടുത്തെ രാജാവാണ് സുയജ്ഞൻ. ഒരിക്കലെ ശത്രുക്കളുമായുണ്ടായ യുദ്ധത്തിൽ ആ രാജാവ് കൊല്ലപ്പെട്ടു. ഇതറിഞ്ഞ് ബന്ധുക്കളായ പലരും അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ആ ജഡത്തിന് ചുറ്റും വന്നുകൂടി. പരേതൻ്റെ കിടപ്പ് കണ്ട് പലരും ഉറക്ക പൊട്ടിക്കരഞ്ഞു. രാജാവിൻ്റെ പോർച്ചട്ട പൊട്ടിപ്പിളർന്നിരുന്നു. ആഭരണങ്ങളൊക്കെ അഴിഞ്ഞു വീണിരുന്നു. മാറിടം അസ്ത്രപാതത്തിൽ പിളർന്നു പോയിരുന്നു. ചോരയിൽ കുളിച്ചാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പ്. ആ കാഴ്ച ഏറെ ദയനീയമായിരുന്നു. രാജപത്നിമാര് മാറത്തടിച്ച് കരയുകയാണ്. അവർ ആ കാലുകളിൽ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇടയ്ക്കിടെ പലതും പറഞ്ഞുകൊണ്ടാണ് കരഞ്ഞിരുന്നത്.
കാരുണ്യമില്ലാത്ത ഭഗവാൻ ഞങ്ങളുടെ ജീവിത സർവസ്വവും പ്രജകളുടെ രക്ഷകനുമായ അങ്ങയെ അദൃശ്യനാക്കി. ജീവിതമാർഗം അരുളി പ്രജകളെ സന്തോഷിപ്പിച്ച അവിടുന്ന് ഇപ്പോൾ അവർക്ക് ദുഃഖകാരണമായി തീർന്നിരിക്കുന്നു. ഈ ദുഃഖം ഞങ്ങൾ എങ്ങനെ സഹിക്കും? അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പത്നിമാർ വിലപിച്ചുകൊണ്ട് കരഞ്ഞ് പറയുകയാണ്. സംസ്കാരക്രിയകൾ സമാരംഭിക്കാൻ ശ്രമിക്കാതെ ഈ മട്ടിലെ പത്നിമാരും മറ്റും വിലപിക്കുമ്പോൾ ആ രംഗം വീക്ഷിച്ച് നിൽക്കാനാകാതെ സൂര്യൻ അസ്തമിച്ചു. ഈ സമയത്തെ ഭാര്യമാരുടെ വിലാപം കേട്ട് അവരെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യമൻ ഒരു ബാലൻ്റെ വേഷം പൂണ്ട് അവിടെ എത്തി. ജനന മരണരൂപത്തിലുള്ള ലോകഗതി നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നവരും പ്രായം ചെന്നവരുമായ നിങ്ങൾ ഇത്രമാത്രം ദുഃഖിക്കുന്നത് എന്തിനാണ്? എനിക്കിതൊരാശ്ചര്യമായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. ഇവരെല്ലാം എവിടുന്നാ വന്നത് എന്ന് നിങ്ങൾക്കറിയോ? എവിടേക്കാണ് പോണത് എന്നറിയോ? ഇതൊന്നും അറിയാതെ അവരെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ഇനി ദുഃഖിക്കണത്? ഞങ്ങൾ ഭാഗ്യശാലികളാണ്. അച്ഛനമ്മമാർ ഉപേക്ഷിച്ചിട്ടും ഞങ്ങളെ ദുഷ്ടമൃഗങ്ങളിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു. ഗർഭത്തിൽ വസിക്കുന്ന കാലത്തും ഭഗവാൻ തന്നെയാണ് കാത്തു രക്ഷിച്ചുകൊണ്ടിരുന്നത്. ആ ദയാമയൻ ഇനിയും നമ്മളെ രക്ഷിക്കും എന്ന ചിന്തയോടെ ആശ്വസിക്കുകയല്ലേ വേണ്ടത്? ആനന്ദരൂപനും സർവശക്തനുമായ അവിടുന്ന് വെറും സങ്കല്പം കൊണ്ട് ലോകരചന നടത്തുന്നു, എല്ലാവരെയും പരിപാലിക്കുന്നു, ഒടുവിൽ സംഹരിക്കുന്നു. ഇത് ഭഗവാന്റെ ലീലകളിൽ ചിലതാണേ. ആ ഭഗവാൻ സഹായിച്ചാൽ അവശനായി വഴിയിൽ വീണവൻ രക്ഷപ്പെടും. ആ രക്ഷ ലഭിക്കാതിരുന്നാലോ? വീട്ടിലിരുന്നാൽ പോലും രക്ഷ കിട്ടില്ല. അവിടുത്തെ ആശ്രയിക്കുമ്പോൾ നാം സനാഥരും അല്ലാത്തപ്പോൾ അനാഥരുമാണ്. കർമ്മഫലം അനുസരിച്ച് ദേഹം ഉണ്ടാവുന്നു, ദേഹം ഇല്ലാതാകുന്നു. എന്നാൽ ആത്മാവിനിതൊന്നും ബാധകമല്ല. ദൃശ്യവിഭവങ്ങൾ വെള്ളത്തിലെ പോള പോലെയും ആഭരണങ്ങളിലെ സ്വർണം പോലെയും കുടം മുതലായവയിലെ മണ്ണെന്ന പോലെയും മാറ്റത്തിന് വിധേയമായിത്തീരും. എന്നാൽ ഈ മാറ്റം ആത്മാവിനില്ല. അത് വിറകിൽ അഗ്നിയെ ഏത് വിധം ദഹിപ്പിക്കുന്നു അതുപോലെ ആ വിറകിൽ നിന്ന് ഭിന്നമായി വർത്തിക്കണമെന്ന് കരുതിയാൽ മതി. വായു ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു എങ്കിലും മുഖനാസികാദികളിലൂടെ തന്നിഷ്ടത്തിനനുസരിച്ച് പുറത്തു വരും മടങ്ങിപ്പോവുകയും ചെയ്യുന്നു അല്ലേ? ഇതൊക്കെ തന്നെയാണ് ആത്മാവിനും ശരീരത്തിനും തമ്മിലുള്ള ബന്ധം. ആരെയോർത്താണോ ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നത്? ആ സുയജ്ഞൻ കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും, സ്വാഭാവികം. ഇതുവരെ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുകയും മറുപടി പറയുകയും ചെയ്തിരുന്നില്ലേ? ഇപ്പോൾ അദ്ദേഹം അത് ചെയ്യാത്തത് ഓർത്താണോ നിങ്ങളുടെ സങ്കടം? എന്നാൽ നിങ്ങൾക്ക് ആ ചൈതന്യവാനെ ഇനിമേൽ കാണാൻ സാധ്യമല്ല. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനും അവയേക്കാൾ മഹിമയുള്ളവനുമാണ് പ്രാണൻ. ആ പ്രാണനെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആ പ്രാണനെ പറ്റി നിങ്ങൾക്ക് അറിയൂല്ലല്ലോ. അതാണ് ആത്മാവിൻ്റെ നിഗൂഢ തത്വം. സർവതന്ത്ര സ്വതന്ത്രനായ ആത്മാവിന് ഭൂതേന്ദ്രിയ മനസ്സുകളുടെ ചേർച്ച നിമിത്തം ഉച്ചനീചാവസ്ഥ വന്നുകൂടുന്നു. ശരീരങ്ങളിൽ വസിക്കുന്നതെങ്കിലും ഒന്നിനോടും അതിന് ഒരു ബന്ധവും സംഭവിക്കുന്നില്ല. ശരീര ഇന്ദ്രിയ മനസ്സുകളിൽ നിന്ന് വിഭിന്നമല്ല താനെന്ന ബോധം ആത്മാവിൽ നിലനിൽക്കുന്നിടത്തോളം കാലം
കർമ്മബന്ധവും ക്ലേശാനുഭവങ്ങളും ഉണ്ടാവും. അതില്ലാതെയായാലോ താൻ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്ന ബോധം ഉണ്ടായാൽ പിന്നെ കർമ്മബന്ധമില്ല, മാത്രമല്ല ക്ലേശാനുഭവങ്ങളും ഇല്ല. അപ്പോൾ അജ്ഞാനം നിമിത്തം കർമ്മബന്ധങ്ങളും ജ്ഞാനം നിമിത്തം ബന്ധമോചനവും ഉണ്ടാവും. ഇത് മനസ്സിലാക്കിയാൽ മതി. ഗുണകാര്യങ്ങളായ സ്വർഗ സുഖങ്ങൾ സത്യമായിട്ടുള്ളവയല്ല. സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ സത്യമായി തീരാറുണ്ടോ? ഇല്ലല്ലോ. ആത്മാവ് അനശ്വരമാണെന്നും ദേഹം നശ്വരമാണെന്നും മനസ്സിലാക്കിയാൽ ഒന്നിലും ദുഃഖം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും ഒരു വേടൻ പക്ഷികളെ പിടിക്കുന്നതിനായിട്ട് കാട്ടിൽ വല കെട്ടി കാത്തിരുന്നു. ഒടുവിൽ അതിലകപ്പെട്ട പക്ഷികളെ അവൻ പിടികൂടുകയും ചെയ്തു. അതിലൊന്ന് ഒരു കുലിംഗ പക്ഷിയായിരുന്നു. തൻ്റെ പത്നി ആപത്തിലകപ്പെട്ടതായി കണ്ട ആ ആൺപക്ഷി പിടയുടെ കരച്ചിൽ കേട്ട് അടക്കാനാവാത്ത വേദന അനുഭവിക്കുകയായിരുന്നു. ഇത് കണ്ട് അവനും ഉറക്കെ കരയാൻ തുടങ്ങി. സർവശക്തനായ ഭഗവാൻ ദയാലുവല്ലാതായി തീർന്നുവോ? വിരഹാർത്ഥയായ എൻ്റെ പത്നിയുടെ കരച്ചിൽ അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ. അവളെ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യിക്കാൻ പോകുന്നുവെന്ന് ആർക്കറിയാം? അവളുടെ ജീവൻ അവിടുന്ന് കവർന്നെടുക്കുകയാണെങ്കിൽ എൻ്റെ ജീവനും എടുത്തുകൊള്ളട്ടെ. പാതിമൈ നഷ്ടപ്പെട്ട എനിക്ക് എന്തിനീ ദേഹം? അമ്മയില്ലാതായി തീർന്ന കുഞ്ഞുങ്ങൾ പറക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അമ്മയുടെ വരവും കാത്ത് അവർ കൂടിനുള്ളിൽ അവശരായി കഴിയുകയാണ്. വിയോഗ ദുഃഖം സഹിക്കാനാവാതെ ഇപ്രകാരം വിലപിക്കുന്ന കുലിംഗ പക്ഷിയെ വേടൻ അമ്പെയ്താൻ വീഴ്ത്തി. രാജപത്നിമാരെ, ആ പക്ഷികളെ പോലെയാണ് നിങ്ങളും കരയുന്നത്. എത്ര കാലം കരഞ്ഞാലും ഭർത്താവിനെ നിങ്ങൾക്ക് തിരികെ കിട്ടാൻ പോകുന്നില്ല. ബാലൻ്റെ വേഷം ബാലവേഷം എടുത്തു വന്ന യമൻ ഇത്രയൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി വിവരിച്ചപ്പോൾ പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്നത് ശരി തന്നെ എന്ന ബോധം അവരിൽ ഉണ്ടായി. ഉദാഹരണ സഹിതമാണ് യമദേവൻ ബാലൻ്റെ രൂപത്തിൽ വന്ന് ആ പത്നിമാരെയും പ്രജകളെയും പറഞ്ഞ് മനസ്സിലാക്കിച്ചത്. രാജപത്നിമാർക്ക് ഇതൊക്കെ കേട്ടപ്പോൾ വളരെയധികം ആശ്വാസം തോന്നി. അങ്ങനെ അവരെ ആശ്വസിപ്പിച്ച ശേഷം യമനായി വന്ന ബാലൻ അന്തർധാനം ചെയ്തു. പിന്നീട് ബന്ധുക്കളെ സുയജ്ഞൻ്റെ മൃതശരീരം വിധിപ്രകാരം സംസ്കരിക്കുകയും ചെയ്തു. ദുഃഖിക്കുന്നത് കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് ഈ കഥ വെളിപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾ സ്വന്തം ശരീരത്തിലും അന്യശരീരത്തിലുമുള്ള മമത ഉപേക്ഷിക്കണം. ആ ചിന്ത അജ്ഞാനജന്യമാണ്. ഹിരണ്യകശിപു പറഞ്ഞതെല്ലാം കേട്ട് ഹിരണ്യാക്ഷൻ്റെ മാതാവായ ദിതിയും മറ്റു ബന്ധുക്കളും ശാന്തചിത്തരായി ഭവിച്ചു. ഈ വാക്കുകളെല്ലാം ശ്രീകൃഷ്ണപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെല്ലാം ഉപസംഹരിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.